ചില നമ്മുടെ പൊയിൽക്കാവോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആറുവരിപ്പാതൻ്റെ ഉള്ളിൽ വല്ലാതെ കയറേണ്ട ഒരു ആവശ്യം ഇനി അടുത്ത കാലത്തേക്ക് വരില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെയൊക്കെ വർക്ക് ഫിനിഷിംഗ് ആണ്. നമ്മുടെ ചെങ്ങോട്ടുകാവ് അതിൻ്റെ മുകളിലുള്ള ടാറിങ്ങുകളൊക്കെ ഏകദേശം ഫിനിഷിംഗ് ആണ്. പക്ഷെ അത് പോരല്ലോ, ഇവിടേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കൊയിലാണ്ടി ബൈപ്പാസ് ഫുള്ള് വർക്ക് കഴിയണം, എന്നാൽ വാഹനങ്ങൾക്ക് നന്ദി വരെ എത്താൻ കഴിയുള്ളൂ. അതിൻ്റെ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ NH-66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി പിന്നാളത് നമ്മുടെ വെങ്ങളം ചെങ്ങോട്ടുകാവ് ഭാഗത്തെ കാഴ്ചകൾ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ വീഡിയോയിൽ ഇങ്ങനെ 3-4 വട്ടമായിട്ട് അങ്ങനെ കമൻ്റ് ഇടുന്നു. അപ്പോൾ ഏതായാലും വേണ്ടിയില്ല, ഇന്ന് ഏതായാലും ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പം അടിപൊളി ഒരു കാഴ്ചയും കൂടി കണ്ടിട്ടോ. നല്ലൊരു മാറ്റം ഇവിടെ കണ്ടു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ ഇവിടുത്തെ മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വെങ്ങളത്തു നിന്ന് നമ്മുടെ ചെങ്ങോട്ടുകാവിലേക്ക് പോകുന്നത്, അത് നമ്മുടെ വെങ്ങളത ഫ്ലൈ ഓവർ കഴിഞ്ഞ പാടെ തന്നെ നമ്മുടെ സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്ന ആ ഒരു രീതിയായിരുന്നു ഇതുവരെ. ഇപ്പോൾ നിൽക്കണ തൊട്ടടുത്ത എന്നാൽ അത് തുറന്നാൽ എനിക്കറിയില്ല. ഇവിടെ ടാറിങ് ചെയ്ത് നേരതാ നമ്മുടെ ആറുവരിപ്പാത അടിപൊളിയായിട്ട് ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വർക്ക് കഴിഞ്ഞവരെ അവർ വെയിറ്റ് ചെയ്താന്ന് തോന്നുന്നു അല്ലേ. ഫുള്ള് പെയിൻറ്റിങ് വരെ കഴിഞ്ഞു അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. അങ്ങനെ ബാഗഡ് എന്ന കമ്പനിയുടെ വർക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഏകദേശം പല ഭാഗത്തും വർക്ക് ഫിനിഷ് ആകുന്ന കാഴ്ച ഈയിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ബാഗഡ് പെട്ടെന്ന് തീർക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. ആ തോതിലാണ് ഇവിടെ വർക്കുകളൊക്കെ നടക്കുന്നത്. ഇവിടെ ഇതുവരെ താഴത്തേക്ക് ഈ ഭാഗത്തു കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് ഏത് സമയം വന്നാലും ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ. നല്ലൊരു ബ്ലോക്ക്. അവിടെ സ്പീഡിൽ വന്നിട്ട് പെട്ടെന്ന് ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് വാഹനങ്ങൾ സ്ലോ ആകുമ്പം പെട്ടെന്ന് ബ്ലോക്ക് വരുന്ന കാഴ്ച ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു മാറ്റം ഏതായാലും കണ്ടു തുടങ്ങി. ഈ ഭാഗത്ത് നമ്മുടെ ക്യാംസിൻ്റെ വർക്ക് കോഴിക്കോട് വെങ്ങളം റീച്ചുണ്ടോ, കോഴിക്കോട് രാമനാട്ടുകര റീച്ചുണ്ട്. അതെന്നോ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞാട്ടോ. ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ഉദ്ഘാടനം, വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അതിൻ്റെ പേരിലുള്ള ടോൾ പിരിക്കൽ വരെ തുടങ്ങിയിട്ടുണ്ട്. റോഡിൻ്റെ നടുക്കിലേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ഈ ഭാഗത്തുള്ള രണ്ട് ഭാഗവും വാഹനങ്ങൾ സൂപ്പറായിട്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇനി ലൈൻ ഇടുന്ന ജോലിയുണ്ട്, അതുപോലെ ലൈറ്റ് ഫിറ്റിംഗ് ജോലികളുമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കില്ല, ബാക്കി നമ്മുടെ ചെങ്ങോട്ടുകാവ് വരെയുള്ള കാഴ്ചകൾ മൊത്തത്തിലൊന്ന് നമ്മളെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. ഒക്കെ പോകാം. ഇതാണ് നമ്മുടെ തിരുവങ്ങൂർ അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? എന്താണെന്ന് വെച്ചാൽ മനസ്സിൻ്റെ സന്തോഷം കൊണ്ട് പറയാട്ടോ, ചിന്തിക്കാൻ പറ്റുമെന്ന്. ഇവിടെ നമ്മുടെ സൈഡ് വാളൊക്കെ പൊളിഞ്ഞ് വീണ്, അതുപോലെ പൊളിച്ച് മാറ്റി ക്രാക്ക് വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ച ഒരു അണ്ടർപാസ് ഏരിയ ആണിത്. അതെല്ലാം ഒക്കെ റെഡിയാക്കി ഇപ്പോൾ അതാ വാഹനങ്ങൾ പോകാൻ തുടങ്ങിട്ടോ. വാവ്, അതേതായാലും പൊളിച്ച് ഈ നമ്മുടെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചതാട്ടോ. അതായത് ഈ ഭാഗത്ത് വരുന്ന അപ്രോച്ച് റോഡിൻ്റെ അത് പ്ലെയിൻ ബ്ലോക്കാണ്. അതിൻ്റെ വർക്ക് ആ തമ്പത്തൊക്കെ പൊളിഞ്ഞു പോയിട്ട് ക്രാക്ക് വന്നിട്ട് അവർ മാറ്റി ചെയ്തു. അതുപോലെ ഈ ഭാഗത്തും അതുപോലെ മൊത്തത്തിൽ പൊളിച്ച് മാറ്റില്ല, ഒരു പ്രത്യേക തരം റീവർക്ക് ഇവിടെ അടിയിലേക്ക് കുറച്ച് കട്ട് ചെയ്തു, മാറ്റി റെഡിയാക്കി ചെയ്തു. അങ്ങനെയെല്ലാം കൂടി ഇവിടെ സംഭവം ടാറിങ് ഒക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. പിന്നെ ആ ഭാഗത്തോട്ടാണ് കൂടുതൽ ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ആ ക്രാക്ക് വന്ന ഭാഗത്ത് കൂടുതൽ താഴ്ചയിൽ കുറച്ച് എടുത്തതിന് ശേഷം പിന്നെ ഒന്നും കൂടി അവർ ടൈറ്റാക്കി റെഡിയാക്കി സെറ്റാക്കിയതാട്ടോ. ഏതായാലും ഇനി അടുത്ത മഴക്കാലം വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നുമില്ലാതെ കേട്ടെ. ഇവിടെയൊക്കെ അപകടം സംഭവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 30 അടിയോളം താഴ്ചയുള്ളൊരു ഏരിയ കേട്ടോ. പോസ്റ്റിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നത്. കണ്ടോ, 25 അടി എന്തായാലും താഴ്ച ഉണ്ടാകും. അപ്പോൾ
അത്രയും താഴ്ചയുള്ള ഏരിയയിൽ പ്ലെയിൻ ബ്ലോക്ക് തള്ളി ഇതാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. ഇവിടെ വന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്രാക്കുള്ള ഏരിയയാണ്, ആ കാറ് പോയ ഏരിയ ഒക്കെ ക്രാക്ക് ഉണ്ടായിരുന്നു. ഇനി ഇത് സംഭവം പ്ലെയിൻ ബ്ലോക്കിൻ്റെ കാര്യത്തിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് വലിയെന്നാട്ടോ പറയുന്നത്. അതായത് ആ വലിച്ചിൽ വരുന്ന ചെറിയൊരിതാണ്. അപ്പോൾ അവർ ഫസ്റ്റ് ടാറിങ്ങിന് മുന്നോടിയായിട്ട് തന്നെ അവർ ഒരു മഴയൊക്കെ കൊണ്ടാൽ അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല എന്നാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. ഇപ്പം നമ്മൾ ക്രാക്കിൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവരതാട്ടോ പറയാറ്, ചെറുങ്ങനെ ഉണ്ടാവും. അതാണ്ട് ഇവർ ബെൽറ്റ് കൊണ്ട് ടൈറ്റ് ആക്കണമല്ലോ, ഓരോ പ്ലെയിൻ ബ്ലോക്കുകളും ബെൽറ്റ് വെച്ച് ടൈറ്റ് ആക്കുന്ന പരിപാടിയല്ലേ. അപ്പോൾ ബെൽറ്റ് ഒന്ന് ഉസാറായിട്ട് നിൽക്കുന്ന സമയത്ത് സംഭവിക്കുന്നതാണ്, അല്ലാതെ അപകടമൊന്നും സംഭവിക്കില്ല എന്നാണ് അവർ പറയുന്നത്. വാവ്, അവിടെ നോക്കി എന്താല്ലേ കാഴ്ച. നല്ല വളവുകൾ കൂടിയിട്ടുള്ള നമ്മളെ ആറുവരിപ്പാത, അങ്ങ് ദൂരെ നിന്ന് വാഹനങ്ങൾ വരുന്ന കാഴ്ച നമ്മുടെ മൊബൈലിൽ അങ്ങനെ സൂം ചെയ്തെടുക്കണ്ടില്ല. സൂം ചെയ്തതിന് ശേഷം ഒരുപാട് കാർ അടുപ്പിച്ച് തന്ന്, അപ്പോൾ ഒന്നും കൂടി സൂം ചെയ്യാമെന്ന് വിചാരിച്ചു. സൂപ്പർ. അപ്പം ഇനി വീണ്ടും മുന്നോട്ട് പോകാം. യെസ്, അപ്പം നമ്മുടെ ആ സൂം ചെയ്ത് കാണിച്ച സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് നമ്മുടെ വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ വർക്ക് ഒക്കെ ഫുൾ ഫിനിഷിംഗ് ആണ്. നമ്മുടെ ഡിവൈഡറിൻ്റെ മുകളിൽ നമ്മുടെ റിഫ്ലക്ഷൻ ആൻഡ് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറയാം, എനിക്കറിയില്ല. കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുക. ഇതിൻ്റെ കുറച്ച് വിട്ടിട്ടാണ് അവർ ചെയ്തു വെച്ചത്. ഇതിൻ്റെ അടുപ്പിച്ച് ചെയ്തത് കൊയിലാണ്ടി എവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒന്നും കൂടി വരാണ്ട്. എത്ര ഏരിയയിലെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. ചെങ്ങോട്ടുകാവ് വരെയുള്ള വർക്ക് ഞാൻ വരുന്നെങ്കിലും കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫിനിഷിങ് കേട്ടോ. ഒരു കുഴപ്പമില്ല, സംഭവം ലൈനിൽ വരെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡിവൈഡറിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഒരു അത് മാത്രമാണ് വർക്ക് ഫിനിഷിങ്. ഇത് നമ്മുടെ വാഗഡിൻ്റെ വർക്ക് തന്നെയാണോ എന്ന് നമ്മൾക്ക് ചില നേരം തോന്നിപ്പോകും. ആ തോതിലാണ് ഇവിടുത്തെ ഇത്ര ലോങ് ഏരിയ ടാറിങ്ങും ഫുള്ളൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കണ ഈ കാഴ്ച. വാഗഡിൻ്റെ വർക്കിൽ ഇത്രയും ദൂരത്തിൽ ആറുവരിപ്പാതിൻ്റെ മുകളിൽ കൂടി സഞ്ചരിക്കുന്ന വേറൊരു ഏരിയ ഉണ്ടോയെന്ന് സംശയമാണ്. പയ്യോളി ഭാഗത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നു. വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള ഭാഗം എന്ത് തീരും എന്നറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചോ. എന്ത് തീരും? തീർന്നോളല്ലേ? ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് സ്പീഡായിട്ടുണ്ട്. ഏതായാലും നമ്മളെ മൊത്തം കാഴ്ചകൾ കാണിക്കുക. ഇവിടെ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ ഈ ഏരിയയിൽ താമസിക്കുന്ന വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാലോ. നമ്മളെ വീടിൻ്റെ ഏരിയയിലൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കമൻറ്റിലൂടെ വന്നിട്ട് ഈ കാഴ്ച കാണിക്കുമോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർ വിദേശത്തുള്ളവരാവാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഒപ്പിയെടുക്കുന്നത് കേട്ടോ. ഒരു ഭാഗമൊന്നുമില്ല, ചിലപ്പോൾ കുറച്ച് സ്പീഡ് കൂടും സംസാരിക്കാത്ത ഭാഗത്ത്, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ചേമഞ്ചേരി സ്റ്റേഷനിലെത്തി ചെറിയൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇവിടെ ലോക്കൽ ട്രെയിനുകൾ നിർത്താൻ സാധ്യതയുണ്ട്. അവിടെയും നമ്മുടെ ആറുവരിപ്പാത അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഇതിൻ്റെ മുകളിൽ കൂടി ചെങ്ങോട്ടക്കാവ് ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ഓവർപാസിൻ്റെ മുകളിലൂടെ യാത്ര വന്നോ. എന്താണിത്? ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സർവീസ് റോഡിലൂടെ അങ്ങോട്ട് പോകാം.
അങ്ങനെ നമ്മൾ പൊയിൽക്കാവ് അങ്ങാടിയിലേക്ക് സർവീസ് റോഡിലൂടെ ഇറങ്ങണം കേട്ടോ. ഇനി ഇവിടെ ചെറിയൊരു ഭാഗം ജോയിൻ്റ് വർക്ക് അങ്ങോട്ട് ഉഷാറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊയിൽക്കാവ് അങ്ങാടിനെ കൂടി നമുക്ക് ഈ തിരക്കിൽ നിന്ന് ഒഴിവാക്കാം കേട്ടോ. നമുക്ക് ചെറിയൊരു ഭാഗമുള്ളൂ, അത് ഏതാനും പെട്ടെന്ന് വർക്ക് തീരുന്നൊരു മട്ടാണ് ഇവിടെ കണ്ടിട്ട് തോന്നുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ ലോഡ് വണ്ടികളും വലിയ വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടി അങ്ങോട്ട് പോകാൻ തുടങ്ങിയാൽ പൊയിൽക്കാവ് അങ്ങാടി ആ ഏരിയയിൽ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്, അവിടെയുള്ള ബ്ലോക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവായി കിട്ടും. അതാണ് പൊയിൽക്കാവ് അണ്ടർപാസ് കേട്ടോ. അണ്ടർപാസ് അത്യാവശ്യമായിട്ടുണ്ട്, 4 മീറ്റർ ആയിട്ടുണ്ട്, ലോഡ് വണ്ടികൾക്കൊക്കെ പോകാം. അതിൻ്റെ മുകളിലെ വർക്ക് എത്രത്തോളമായി എന്നുള്ളത് വാഹനങ്ങൾ മറ്റേ റോഡ് സർവീസ് റോഡിൽ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് വാഹനങ്ങൾ ഇതിലേ പോകുന്നുണ്ടല്ലോ. ഇവിടെ അതിലെ വാഹനങ്ങൾ പോകാൻ കാരണം എന്താ പറയുക, മറ്റേ സൈഡിൽ അവിടെ എന്തോ ചെറിയൊരു പണി അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തുള്ള വാഹനങ്ങളെ ഇപ്പുറത്ത് കൂടി വിടുക കേട്ടോ. അതായത് ഈ ഭാഗത്ത് 6 വരിപ്പാതൻ്റെ വർക്കൊക്കെ ഏകദേശം ഫിനിഷിംഗ് ആണ്. ഇതിലൂടെ വാഹനങ്ങൾ പോയതായിരുന്നു, പക്ഷേ അപ്പുറത്തെ വാഹനങ്ങളെ ഇതിലെ വിടേണ്ടത് കാരണം ഈ ഭാഗത്തു കൂടെ ഉള്ളവർക്ക് സർവീസ് റോഡിലൂടെയുള്ള യാത്ര കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചെങ്ങോട്ടുകാവ് അണ്ടർപാസ്. കാലങ്ങളായിട്ട് വർക്ക് ഇതുപോലെ തന്നെ നിന്നിരുന്ന ചെങ്ങോട്ടുകാവ് അണ്ടർപാസ് മുകളിൽ ടാറിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒച്ചുണ്ടാക്കരുത്. നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിൽ വീഡിയോ ചെയ്ത അന്ന സമയത്തിൽ രാത്രിയിൽ മുകളിൽ ടാർ ചെയ്ത കാഴ്ച നമ്മൾ കാണിച്ചതാട്ടോ. ഇനി ഏതായാലും കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഫുൾ കാഴ്ച ഒന്നുകൂടി കാണിക്കണം. അവിടെ വർക്ക് ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം, ഇതിൻ്റെ ഒരു കാര്യമായിട്ടുള്ള ഒരു വിവരം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊയിൽക്കാവ് അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6 വരിപ്പാതൻ്റെ ഉള്ളിലേക്ക് വല്ലാതെ കയറേണ്ട ഒരു ആവശ്യം ഇനി അടുത്ത കാലത്തേക്ക് വരില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെയൊക്കെ വർക്ക് ഫിനിഷിംഗ് ആണ്. നമ്മുടെ ചെങ്ങോട്ടുകാവ് അതിൻ്റെ മുകളിലുള്ള ടാറിങ്ങുകളൊക്കെ ഏകദേശം ഫിനിഷിംഗ് ആണ്. പക്ഷെ അത് പോരല്ലോ, ഇവിടേക്കാണ് കയറി കഴിഞ്ഞാൽ പിന്നെ കൊയിലാണ്ടി ബൈപ്പാസ് ഫുള്ള് വർക്ക് കഴിയണം, എന്നാൽ വാഹനങ്ങൾക്ക് നന്ദി വരെ എത്താൻ കഴിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബാലുശ്ശേരി റൂട്ടിൽ അവിടെ ഒരു ഓവർപാസ്, അവിടെ സർവീസ് റോഡ് ഒക്കെ എന്നുണ്ടെങ്കിൽ കൊയിലാണ്ടി ടൗണിലേക്ക് അവിടെ നിന്നിട്ട് അടുത്ത് തിരിഞ്ഞിറങ്ങുക. അങ്ങനെ ഒരു ഇറങ്ങൽ നല്ലൊരു ബ്ലോക്കിലേക്കാണ് പോവുക. അതുകൊണ്ട് അതേതായാലും പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ് ഓക്കെ ആയിരിക്കണം. അങ്ങനെ ഒറ്റ പോക്ക് നന്ദിയിലേക്ക്. അതാണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതാണ് നമ്മുടെ വെങ്ങളം ചെങ്ങോട്ടുകാവ് റോഡിൻ്റെ വിശേഷങ്ങൾ, കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. ഇനി എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെയ്യാണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചോളൂ. നമ്മൾ അവിടെ പോയിട്ട് അങ്ങ് ദൂരം ഒന്നും പറയണ്ട കേട്ടോ. കോഴിക്കോട് ആൻഡ് മലപ്പുറം ആ ഏരിയയിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയത്തില്ല. അപ്പോൾ പുതിയ വീഡിയോ വേണ്ടി വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.